പ്രോസ്റ്റേറ്റ് വീക്കം നമ്മൾ വെള്ളം കുടിച്ചാൽ മാറും? വെള്ളം അത് ഡിപ്പെൻസ് ആണ്. അതിപ്പം പല കണ്ടീഷൻസും അല്ലെങ്കിൽ പല കോസസ് കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒട്ടും വ്യായാമം ഇല്ലാത്ത ആളുകൾ, അങ്ങനത്തെ ഡിപ്പെൻസ് ആണ്. പക്ഷെ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ അത് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ മൂത്രത്തിൽ കല്ലുകളോ അല്ലെങ്കിൽ വൃക്കയിൽ കല്ലുകളോ ഒക്കെ കാണുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, വാട്ടർ ഇൻടേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഇൻഫ്ലമേഷൻസ് വരിക എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക, അവിടെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ബിനൈൻ ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പം വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ നോർമലി ഞാൻ യൂഷ്വലി സജസ്റ്റ് ചെയ്യാറ് ഒരു പേഷ്യൻറ്റിനോട് രാത്രി കാലങ്ങളിൽ ഒരു 8 മണീൻ്റെ ഉള്ളിൽ നമ്മളെ ഭക്ഷണത്തിൻ്റെ അളവും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും മെയിൻറ്റെയിൻ ചെയ്യുക. കിടക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ ആയിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ആ ഒരു വിത്തിൻ 2 hours ഉള്ളിൽ തന്നെ ആ യൂറിൻ പാസ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ട ആ ഒരു ടെൻഡൻസി നമുക്ക് ഫ്രീക്വൻസി കുറച്ചെടുക്കാവുന്നതാണ്. അപ്പം വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ അതിന് അത്ര ഡിപ്പെൻഡഡ് അല്ല. എന്നാൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിനിമം ഒരു 3 ലിറ്റർ എങ്കിലും അല്ലെങ്കിൽ ഒരു 4 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. ഓക്കെ.